ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ന ചോദ്യമായിട്ട് വരും. ഞങ്ങൾക്കും ഒരു ജീവിതമുണ്ട് ഏതാണ്? പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം അവർക്കും ഉണ്ടൊരു ജീവിതം. അവരും തിരക്കുള്ള വ്യക്തികളൊക്കെയാണ്. പ്രശസ്തരൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മളാരും മൈൻഡ് ചെയ്തില്ലെങ്കിലും ചിലർ ഈഗോ വയ്ക്കും. ചിലർ അയ്യോ എന്നെ മൈൻഡ് ചെയ്തില്ല. ചിലർക്ക് അത് അത്ര വലിയ കാര്യമല്ല. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാവരും പോപ്പുലാരിറ്റി ആൾക്കാരുടെ അടുക്കൽ വരുമ്പോൾ ഒന്നായി ആരാധകരുടെ ഉന്തിത്തള്ളി കയറ്റി വരും. പിന്നെ ഫോട്ടോ എടുക്കും. ഇപ്പോൾ ഓൺലൈൻ മീഡിയ അറിയാമല്ലോ. മുഖത്തൊക്കെ വെച്ചാൽ ഉണ്ണിമുതൻ പുള്ളി എങ്ങാണ്ട് ഒരു മൊബൈലൊക്കെ തട്ടിപ്പറിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അമ്മമാർ ശല്യമൊക്കെയാണ്. അതുപോലെ തന്നെ നവ്യ നായർ ഒരു ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദം ഉണ്ടാക്കിയിട്ട് നവ്യ നായർ ഒരു കൊച്ചിനെ അതിൻ്റെ അമ്മേനെ കുറച്ചിട്ട് വിശദീകരിച്ച് വന്നിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഓരോ തിരക്കുണ്ട്. അതിനിടയ്ക്ക് കയറി കിടന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ചിലർക്കത് ഡിസ്റ്റർബൻ്റാണ്. ഇപ്പോൾ ഒരു തിയേറ്റർ എന്താ തിയേറ്ററിൽ ഇങ്ങനെ ഇതുപോലെ താരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ അവരുടെ ഒരു രീതിക്ക് ഇരിക്കുമ്പോൾ ഓടിച്ചെന്ന് അടുത്ത് കയറി ആ രണ്ട് വ്യക്തികൾ ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഇടിച്ച് കയറി പിന്നെ ഓൺലൈൻ മായകളൊക്കെ ഇടിച്ച് കയറുന്ന അവർക്കൊരു ഡിസ്റ്റർബൻ്റാണ്. അപ്പോൾ അത് വളരെ ഇദ്ദേഹം പറയുന്നതോട് 100% യോജിക്കും. അവർക്കും ജീവിതമുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാമറയായിട്ട് വരും, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ അവർക്കത് ഡിസ്റ്റർബൻ്റാണ്. നമുക്കെന്തെങ്കിലും ഇപ്പോൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് നമ്മളെ ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? അതുപോലെ തന്നെയാണ് അവർക്കും വരുന്നത്. അതിന് അവരെങ്ങാനും ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ അഹങ്കാരികളാവും. മറിച്ച് അഹങ്കാരികളാവും, അങ്ങനെയുള്ള പല രീതിയിലുള്ള കുറ്റം പറച്ചിൽ വീണ്ടും തുടങ്ങും. ആരാധന നമ്മളോട് ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല. പക്ഷെ അവർക്കും ഒരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ട്. അവർക്കും നമ്മളെപ്പോലെ ആവശ്യമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നതിനോട് 100% യോജിക്കുന്നു.